റാപ്പർ വേടനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ മൊഴിയെടുക്കാനുള്ള പോലീസിന്റെ നോട്ടീസിനെതിരെ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് അയച്ച നോട്ടീസ് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതാണെന്നും നോട്ടീസ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിഷ്ണു, ഗുഡ് മോർണിംഗ്. സാധാരണഗതിയിൽ വെളിപ്പെടുത്താൻ പാടില്ല എന്നതാണല്ലോ വിവരങ്ങൾ. വിഷ്ണു സുരേഷ്, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളോ ഐഡന്റിറ്റി വെളിവാക്കുന്നതോ രീതിയല്ല, നിയമം അനുവദിക്കുന്നില്ല. എന്താണ് ഇതിൽ സംഭവിച്ചത് വിഷ്ണു? ഓഗസ്റ്റ് 21 എറണാകുളം സെൻട്രൽ പോലീസിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു പരാതി അത് ഫോർവേഡായി സെൻട്രൽ പോലീസിൽ വരികയും വേടനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസെടുക്കുകയും ചെയ്തത്. പക്ഷേ പോലീസിന് മുൻപിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് വന്ന വിവരങ്ങൾ മാത്രമാണ്. ആ മെയിൽ ഐ ഡിയിൽ നിന്ന് വന്ന വിവരങ്ങൾ കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാകില്ല. ആ പശ്ചാത്തലത്തിലാണ് പരാതിക്കാരിക്ക് ഒരു നോട്ടീസ് സെൻട്രൽ പോലീസ് അയച്ചത്. പക്ഷേ ആ സെൻട്രൽ പോലീസ് അയച്ച നോട്ടീസിലാണ് ഇപ്പോൾ പരാതിക്കാരി അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ ഐഡന്റിറ്റി വെളിവാക്കുന്ന രീതിയിലുള്ള നോട്ടീസാണ് പുറത്തു വന്നിരിക്കുന്നതെന്നാണ് പരാതിക്കാരി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിലവിൽ